നടന്മാരും നിർമ്മാതാക്കളും സംവിധായകരൊക്കെ ചതിച്ച നായികമാരെ കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. ഏതൊക്കെ നായകന്മാരാണ് ചതിക്കപ്പെട്ടത്, പറ്റിക്കപ്പെട്ടത്, ഊപിക്കപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. അതിലാദ്യമായിട്ട് വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ദിലീപേട്ടനാണ്. ദിലീപേട്ടൻ നമ്മുടെ ശബന കസീം എന്ന നായിക നടി ഒരുപാട് ചിത്രങ്ങളൊന്നും അവർ നായികയായിട്ടില്ല. അവരോട് ദിലീപിന്റെ അടുത്ത ചിത്രത്തിൽ നായികയാക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ഫാസിലിൻ്റെ സിനിമയായിരുന്നു. അതിൽ ഷംന കസീം പ്രതീക്ഷിച്ചു നായികയാകാം, ദിലീപിൻ്റെ നായിക, വലിയ നടിയാകാമെന്ന്. പക്ഷേ അതിൽ വന്നത് നമ്മുടെ അശ്വതി അശോകാണ്. ടി വിയിലൊക്കെ അവതാരകയായിട്ട് വന്നിരുന്ന അശ്വതി അശോകാണ് അതിൽ നായികയായത്. എന്തോ ഷംന കസീമിൻ്റെ കണ്ണീര് കാരണമാണ് ആ പടം 8 നിലയിൽ പൊട്ടി. ആ പടം ഫാസിൽ പോലും കണ്ടിട്ടില്ല. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഫാസിൽ പറഞ്ഞത് ഏറ്റവും മോശം സിനിമയാണെന്നാണ് പറഞ്ഞത്. താൻ ചെയ്തതിൽ ഏറ്റവും മോശം സിനിമയാണ്. അടുത്തത് വിജയ് ബാബു ആണ്. വിജയ് ബാബു നിർമ്മാതാവും നടനും ഒക്കെയാണ്. എനിക്കിഷ്ടമാണ് ഇയാളുടെ നടനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇദ്ദേഹത്തിനെതിരെ ഒരു കേസ് നടന്നു. ഒരു നടിക്ക് ചാൻസ് കൊടുത്തിട്ട് അവരെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചും ഒക്കെ പറഞ്ഞ് ആ നടി ഇങ്ങനെ കേസ് കൊടുത്തിരുന്നു. അത് നമ്മളൊക്കെ കണ്ടാണ്. ഒരു നല്ലൊരു ഇന്ദ്രൻസിൻ്റെ നല്ലൊരു സിനിമയാണത്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ പഴയകാല നടി വിജയശ്രീയാണ്. അവർക്ക് ഒരു അബദ്ധം പറ്റുന്നുണ്ട്. ഒരു സിനിമയിൽ അവരുടെ വസ്ത്രം അഴിഞ്ഞു പോകുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൽ. അപ്പോൾ അത് പുറത്ത് വിടരുതെന്ന്, സിനിമയിൽ കാണിക്കരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് ആ നിർമ്മാതാവ് അങ്ങനെ അവരോട് ആ ഒരു കനിവ് കാണിച്ചില്ല, പുറത്തു വിട്ടു. ഭയങ്കര മാനസിക തകർച്ചയാണ് അവർക്കുണ്ടായത്. അടുത്തത് നമ്മുടെ സംവിധായകനായ വിനയനാണ്. ഒരുപാട് ചിത്രങ്ങൾ, വിനയൻ്റെ എത്ര നല്ല സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വിനയൻ എന്ന സംവിധായകനോട് ഒരുപാട് ആരാധന തോന്നിയിട്ടുണ്ട്. വിലക്കേർപ്പെടുത്തിയ സമയത്തൊക്കെ നമുക്ക് അവരോടൊക്കെ ദേഷ്യം തോന്നിയിട്ടുണ്ട്. വിനയനെ പോലൊരു സംവിധായകനെ വിലക്കേർപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് കാണാനുള്ള അവസരമാണ് അതിലൂടെ ഇല്ലാതായത്. എന്നാൽ തമിഴിലൊരു നടിയെ കൊണ്ടുവന്നിട്ട്, മേഘനരാജ് എന്ന് പറഞ്ഞ ഒരു നടിയെ കൊണ്ടുവന്നിട്ട് യക്ഷി ഞാനും എന്ന സിനിമയിൽ അവരുടെ വയറും അവരുടെ കാലും ഒക്കെ ഷൂട്ട് ചെയ്ത് വിനയൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു പേര് തന്നെ കളഞ്ഞു. വിനയനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത, അല്ലെങ്കിൽ വിനയന് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അങ്ങനെ ചെയ്തത്. നല്ലൊരു സംവിധായകൻ, പേരും പ്രശസ്തിയുള്ള ഒരു സംവിധായകൻ്റെ സിനിമ നമ്മൾ ടി വിയിലൊക്കെ വെച്ച് കാണുമ്പോഴത്തേക്ക് അന്നത്തെ കാലത്ത് നമുക്ക് ഈ പടമൊക്കെ കണ്ടിരിക്കാൻ പറ്റുമോ കുടുംബമായിട്ടൊക്കെ? ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. വിനയൻ്റെ ആ പേര് വിനയൻ നശിപ്പിച്ചു എന്ന് പറയാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും